ഗാർഹിക തൊഴിലാളികളുടെ കരാർ ബന്ധം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് പുതിയ പദ്ധതിയുമായി സൗദി. ഗാർഹിക തൊഴിലാളി ജോലിക്ക് ഹാജരാകാത്ത പക്ഷം ഒരു തൊഴിലാളിയുടമ കരാർ അവസാനിപ്പിക്കുകയാണെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ തൊഴിലാളി രാജ്യം വിടണം. മാനവ വിഭവശേഷി മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. സൗദി അറേബ്യയിൽ പ്രവേശിച്ച് 2 വർഷത്തിനുള്ളിൽ ഒരു ഗാർഹിക തൊഴിലാളി ജോലിക്ക് ഹാജരാകാത്തതിനാൽ ഒരു തൊഴിലുടമ കരാർ അവസാനിപ്പിക്കുകയാണെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ തൊഴിലാളി സ്ഥിരമായി രാജ്യം വിടണമെന്ന് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം വ്യക്തമാക്കി. ഗാർഹിക തൊഴിലാളികളുടെ കരാർ ബന്ധം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പുതിയ പദ്ധതിയിലാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത്. റിക്രൂട്ട്മെന്റ് മേഖലയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും ഗാർഹിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട നയങ്ങൾ കൃത്യമായി പാലിക്കുന്നതിന്റെയും ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ പദ്ധതിയെന്ന് മന്ത്രാലയം വിശദീകരിച്ചു. വിപണിയുടെ ആകർഷണീയതയും വഴക്കവും വർദ്ധിപ്പിക്കുക, തൊഴിലാളികളും തൊഴിലുടമയും തമ്മിലുള്ള കരാർ ബന്ധം മെച്ചപ്പെടുത്തുക തുടങ്ങി എല്ലാ കക്ഷികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ പുതിയ പദ്ധതിയിലൂടെ സാധ്യമാകുന്നു. തൊഴിലാളികളുടെ അസാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുന്നതിന് മന്ത്രാലയം പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് റദ്ദാക്കാൻ തൊഴിലുടമയ്ക്ക് സാധിക്കും. ഈ കാലയളവിന് ശേഷം തൊഴിലാളിക്ക് മ്യൂസന്റ് പ്ലാറ്റ്ഫോം വഴിയോ അന്തിമ എക്സിറ്റ് അഭ്യർത്ഥനയിലൂടെയോ സേവന കൈമാറ്റ അഭ്യർത്ഥന അല്ലെങ്കിൽ മിസ്സിംഗ് റിപ്പോർട്ട് അന്തിമമാകും. മാർച്ച് 28-ന് പുറപ്പെടുവിച്ച തീരുമാനം പ്രസിദ്ധീകരിച്ച് 120 ദിവസങ്ങൾക്ക് ശേഷം ഈ സംരംഭം പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കനകലാൽ, ജനം, സൗദി അറേബ്യ.